ഹലോ, നമ്മളിത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നതാണ്. വി ആർ മാളിൻ്റെ ഉള്ളിലുള്ള നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഹാൻഡ് വാഷ് തീർന്നിരുന്നു. ഹാൻഡ് വാഷ് നോക്കി, ഇവിടെ ഒരുപാട് സാധനമുള്ളതുകൊണ്ട് ഏതാ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. അഗേട്ടിന് സ്പ്രേ തീർന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്പ്രേ വാങ്ങാൻ പോയി. ഏതെല്ലാം നോക്കി അവസാനം നിർത്തി. ഇതെല്ലാം കണ്ട, ഇതെല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന കട്ടിങ് ചെയ്യുന്ന സാധനങ്ങളാണ്. എന്തെല്ലാം ഉള്ളതെന്ന് ആർക്കറിയാം? ഒന്ന് മാത്രം അറിയാം, ഒന്ന് പിസ്സ കട്ടറാന്നറിയാം, ഈ സാധനം. ബാക്കിയൊന്നും എന്നാ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. മാറ്റെല്ലാം കണ്ട് അവളെ മെല്ലെ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് തൊട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. ഇതുണ്ടോ, ഇപ്പോൾ ഗണേശോത്സവമായതുകൊണ്ടാണെന്നൊന്നും കൂടുതലായിട്ടും ഉള്ളത്. കാരണം ഇപ്പം എല്ലാവരും അത് വാങ്ങുമല്ലോ. കാരണം ഇതെല്ലാം കണ്ട നല്ല രസമല്ലേ. തോന്നുന്നു വാങ്ങി വെക്കണം എന്തായാലും വീട്ടിൽ. കുറച്ച് അരി വാങ്ങാനുണ്ടായിരുന്നു. നാട്ടിലേക്ക് പോകുന്നതാണ്, എന്നാലും കുറച്ച് വാങ്ങണമായിരുന്നു, തീർന്നിരുന്ന അരിയെല്ലാം. അപ്പോൾ അരി വാങ്ങി. പിന്നെ ഇവിടെ നേരെ ഓടിയത് ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്കാണ്. അവൾക്ക് ചെറുതായിട്ട് ജലദോഷമുള്ളതുകൊണ്ട് വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങണമായിരുന്നു. നാളെ സ്കൂൾ ഫ്രൂട്ട്സ് ഡേ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ പിക്കിളെല്ലാം കിട്ടും. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ ഉച്ച സമയത്താണ് പോയത്. നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോയി. ഫുഡിൻ്റെ സെക്ഷനിൽ വെച്ചാൽ ഇവിടെ എല്ലാം നമുക്ക് തൂക്കി വാങ്ങാം, ഇത്ര ഗ്രാം എന്ന്. അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടുന്ന് വാങ്ങി. പിന്നെ രാത്രിത്തേക്കും നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ചിക്കനെല്ലാം കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വാങ്ങാണ്ട് പോവില്ല. ഇങ്ങനെ പിക്കിളല്ലേ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തൂക്കി വാങ്ങും. 100 ഗ്രാമിന് 20, 30 എന്നെല്ലാം പറഞ്ഞിട്ട്. സാലഡ്, മയോണൈസ് എന്ന് പറയേണ്ട എന്തെല്ലാം സാധനം. ഉപ്പിലിട്ട മാങ്ങ വാങ്ങിന് മോള് ഇവിടുന്ന് കണ്ടിട്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കൊതിയാവും. അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. മോളൊന്നും ഞങ്ങൾ അധികം അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല. പിന്നെ നമ്മളെല്ലാം വാങ്ങി ബില്ലാക്കി. പിന്നെ ഫുഡ് വാങ്ങിയതല്ലേ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴിക്കാം. പക്ഷെ അവിടെ കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ മേലെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ മെല്ലെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഒരുപാട് ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അങ്ങനെ ഇല്ലേനു അധികം. ഇവിടെയൊന്നും അങ്ങനെ അധികം ആൾക്കാർ വന്ന് കഴിക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ അവിടുന്ന് ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് കഴിച്ച്. മോൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മുടെ മലബാറി ബിരിയാണിയാണ് വാങ്ങിയത്. അഗേട്ടിന് ഹൈദരാബാദി ബിരിയാണിയാണ് വാങ്ങിയത്. എനിക്ക് ഹൈദരാബാദി ബിരിയാണി അത്ര ഇഷ്ടമല്ല. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നാണ് വാങ്ങിയത്. എനിക്ക് മാമിക്കും കൂടെ 500 ഗ്രാം അങ്ങനെയാണ് കിട്ടുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പോന്ന. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബായ്.